ശബരിമലയിലെ ദേവസ്വം പിലിഗ്രീം സെന്ററായ പ്രണവത്തിലെ ഡോണർ മുറികളിലൊന്ന് ഗുജറാത്ത് ആസ്ഥാനമായ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി കൈവശം വച്ചിരിക്കുന്നതിൽ ഹൈക്കോടതി സർക്കാരിനോടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോടും വിശദീകരണം തേടി. ഭക്തർ നിലത്ത് വിരിവച്ച് കിടക്കുമ്പോഴാണ് ഒരു മുറി ആരും ഉപയോഗിക്കാതെ പൂട്ടിയിട്ടിരിക്കുന്നതെന്നും കോടതി വിമർശിച്ചു. പ്രണവം പിലിഗ്രീം സെന്ററിലെ 117 നമ്പർ മുറി അടച്ചിട്ട നിലയിലാണെന്ന സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ, ജസ്റ്റിസ് എസ് മുരളീകൃഷ്ണൻ എന്നിവരുടേതാണ് നടപടി. ഗസ്റ്റ് ഹൌസ് നവീകരണത്തിന് സാമ്പത്തിക സഹായം നൽകുന്നവർ ദർശനത്തിനായി സന്നിധാനത്തെത്തുമ്പോൾ തങ്ങാനാണ് ഡോണർ റൂം അനുവദിക്കുന്നത്. ഇതിന്റെ പേരിൽ ഗുജറാത്ത് ആസ്ഥാനമായ ഫാംസ് ആൻഡ് ഫാർമ എന്ന കമ്പനി വർഷത്തിൽ മുഴുവൻ സമയവും മുറി കൈവശം വെച്ചിരിക്കുകയാണ്. ഭക്തർ നിലത്ത് വിരിവച്ച് കിടക്കുമ്പോഴാണ് ഒരു മുറി ആരും ഉപയോഗിക്കാതെ പൂട്ടിയിട്ടിരിക്കുന്നതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ദേവസ്വം ബോർഡിന്റെ മനോഭാവം ഇങ്ങനെയാണെങ്കിൽ വിഷയത്തിൽ പോലീസിനെ ഇടപെടുത്തേണ്ടി വരുമെന്നും കോടതി പറഞ്ഞു. അതേസമയം കൊല്ലം സ്വദേശിയും വ്യവസായിയുമായ സുനിൽ സ്വാമി സന്നിധാനത്തെ സഹ്യാദ്രി പിലിഗ്രീം സെന്ററിലെ ഡോണർ മുറികളിലൊന്ന് 10 വർഷക്കാലത്തോളമായി കൈവശം വെച്ച് ഉപയോഗിക്കുന്നതായി 2 ആഴ്ച മുമ്പ് കോടതി കണ്ടെത്തിയിരുന്നു. തുടർന്ന് കോടതി നിർദ്ദേശപ്രകാരം ദേവസ്വം ബോർഡ് ആ മുറി ഒഴിപ്പിക്കുകയും ചെയ്തിരുന്നു.